ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഹ്യൂമിക് ആസിഡിനെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമിക് ആസിഡിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളെ വേര് ബലപ്പെടുത്താനും പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൽ ചെടികൾക്ക് വേണ്ട പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇതേപോലുള്ള ചെടികൾക്കും ഒരുവിധ എല്ലാ പ്ലാന്റ്സുകൾക്കും നമ്മൾക്ക് ഉപയോഗിക്കാം. വളരാൻ ശേഷി കുറവുള്ളതും പിന്നെ വളർച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആവാനുള്ളതും മറ്റേ പൂടാനും പിന്നെ നല്ല രീതിയിൽ മറ്റേ തൈകൾ സ്ട്രെങ്തായിട്ട് വളരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. അപ്പം ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസം കൂടുമ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മളൊരു സ്പൂൺ എടുക്കണം, കുറച്ചെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതേമാതിരി ഉണ്ടാവുക. ഇതേമാതിരിയുള്ളൊരു ബോട്ടിൽ എടുക്കുക. ഇല്ലല്ലേ, ഇനി ഇതിൻ്റെ ചുറ്റോട് ചുറ്റുമൊന്ന് പാർന്നു കൊടുക്കുക. ഇതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. ഇത് 15 ദിവസം കൂടുമ്പോൾ 15 ദിവസം കൂടുമ്പോൾ പാരണം. ഇതേമാതിരി ഇന്ന പ്രകാരം ചെയ്യണം. അതിനനുസരിച്ച് നനയും കൊടുക്കണം. അപ്പം നല്ല രീതിയിൽ ഗ്രോത്തും ചെടികൾ പെട്ടെന്ന് വളർച്ച കൂടാനും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ നല്ല രീതിയിൽ ചെടികൾക്ക് ഒബ്സർവ് ചെയ്യാനും ഒക്കെ ഇത് പറ്റും. അപ്പം ഇതേമാതിരിയുള്ള ടിപ്സുകളൊക്കെ എല്ലാവരും ചെയ്യണം. പ്ലാന്റ് കൊണ്ടുവച്ചിട്ട് വളരില്ല, പൂടില്ല, കായ്ക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതാത് വളങ്ങൾ അതാത് സമയത്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.